ഒരു കപ്പ് ഗ്രീൻ പീസ് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്ത് വാരി കഴുകി കുക്കറിലിട്ടിടുകയാണ്. 1.5 കപ്പ് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. ഇനി നമുക്ക് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വിസിലടിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്രീൻ പീസ് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കഷ്ണങ്ങൾ ചേർക്കാം. ഇനി നമുക്ക് കുറുമയ്ക്ക് വേണ്ട കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു പകുതി ബീറ്റ്റൂട്ട് അരിഞ്ഞത്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് അരിഞ്ഞത്, ഒരു ക്യാരറ്റ് അരിഞ്ഞത്, ഒരു ചെറിയ സവോള അരിഞ്ഞത്, ഒരു തക്കാളി അരിഞ്ഞത്, 2-3 ബീൻസ് അരിഞ്ഞത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയത്, 2 പച്ചമുളക് അരിഞ്ഞത്. ഇവയെല്ലാം കൂടി നമുക്ക് ഗ്രീൻ പീസിലോട്ടിടാം. ഇനി നമുക്ക് ഗ്രീൻ പീസിൻ്റെ അകത്തോട്ട് കഷ്ണങ്ങളൊക്കെ ഇട്ട് ഉപ്പും ഇട്ട് വേവിച്ചെടുക്കാം. ഒരു 3/4 സ്പൂൺ ഉപ്പിട്ട് 1 കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് കുറുമയ്ക്കുള്ള അരപ്പനുള്ള സാധനങ്ങൾ നോക്കാം. 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു തക്കോല, ഒരു കറുവാപ്പട്ട നുറുക്കിയത്, 3-4 ഗ്രാമ്പു, 2 ഏലയ്ക്ക, 10-20 കുരുമുളക്. നമുക്കിതെല്ലാം കൂടി അരച്ചെടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ച് അരപ്പ് നല്ലത് വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഒരു വിസിലടിച്ചപ്പോൾ നമ്മുടെ കഷ്ണങ്ങളെല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് അരപ്പ് ചേർക്കാം. നമ്മൾ ജാറ് കഴുകിയെടുത്ത വെള്ളം കൂടി ഇതിലോട്ട് ചേർക്കുവാണ്. ഇനി ഇളക്കിയിട്ട് ഉപ്പ് മതിയാണെന്ന് നോക്കാം. ഉപ്പ് പോരാത്തതുകൊണ്ട് നമ്മൾ ഒരു 1/2 സ്പൂൺ ഉപ്പ് കൂടി ഇടുവാണ്. ഇനി നമുക്കിതിൻ്റെ പച്ചചുവ പോണ പോലെ ഒന്ന് തിളപ്പിക്കാം. നമ്മുടെ കുറുമ തിളച്ച് കഴിഞ്ഞ് 5 മിനിറ്റ് സിമ്മിലോട്ടിട്ട് പച്ചമണം മാറുന്ന വരെ തിളപ്പിച്ചിട്ടുണ്ട്. ഇനി ഇറക്കി വയ്ക്കാം. ഇനി നമുക്ക് കടുക് തളിക്കാം. ചൂടായിട്ടുണ്ട്, അതിലോട്ട് 2 സ്പൂൺ എണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്, അതിലോട്ട് നമുക്ക് 1/4 സ്പൂൺ കടുകിടാം. ഇനി നമുക്ക് ഇതിലോട്ട് 3 മുളക് മുറിച്ചതിടാം. 2 തണ്ട് വേപ്പിലിടാം. മൂത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറുമയിലോട്ട് ഒഴിക്കാം. താളിച്ചതൊഴിച്ച് നമുക്ക് ഇതൊന്ന് മൂടി വയ്ക്കാം. നമ്മുടെ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് വിളമ്പണ പാത്രത്തിലോട്ട് മാറ്റാം. നമ്മുടെ വെജിറ്റബിൾ കുറുമ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ അഭിപ്രായം പറയുക. വീട്ടുരുചികളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.